ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ലോജിക്ക് മാറ്റി വെച്ചിട്ട് വന്ന് കാണാം. അതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് അത്ര ഈ സിനിമ കണക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ദിലീപ് ഫാൻസിനും മോഹൻലാൽ ഫാൻസിനും പിന്നെ ഇതിലൊരു വേറൊരു ക്യാമിയോ ഉണ്ട്. അത് പറഞ്ഞാൽ സ്പോയിലറായി പോകും. ആ 3 ഫാൻസിനും ഉള്ള ഒരു ട്രീറ്റാണ് ഈ സിനിമ. അവർ 3 പേരും ഈ സിനിമ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. നിങ്ങളൊരു ദിലീപ് ഫാനാണെങ്കിൽ മസ്റ്റായിട്ട് കാണാം. നമ്മുടെ പഴയ ദിലീപേട്ടൻ പുതിയ ദിലീപേട്ടൻ എന്നൊന്നും അല്ല ഉദ്ദേശിച്ചിരുന്നത്, എങ്കിലും പക്ക ഒരു സെലിബ്രേറ്റിംഗ് മോഡ് പടമാണ്. സ്റ്റാർട്ട് ടു എൻഡ് നമുക്ക് ലാഗ് അടിക്കാതെ കാണാം. ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം ഗുഡ് ബാഡ് അഗ്ലി ടൈപ്പ് ഒരു പടമാണ്. അപ്പോൾ ഒട്ടും ലോജിക്കൊന്നും കാണത്തില്ല, എങ്ങനെ കാണുമെന്ന് വിചാരിച്ച്. പക്ഷേ സിനിമയിൽ അതിനെക്കാട്ടിലും വലിയ ലോജിക്ക്, അത്രയ്ക്കും ഗുഡ് ബാഡ് അഗ്ലി ലെവലിൽ ലോജിക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, എങ്കിലും കണ്ടിരിക്കാം. പിന്നെ സിനിമയിൽ നെഗറ്റീവായിട്ട് പറയാനുള്ള VFX ആണ്. VFX ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അത്ര റെഡി ആയിട്ടില്ല. പക്ഷെ ആ ഒരു നെഗറ്റീവ് വെച്ച് സിനിമ കാണാതിരിക്കല് അതൊന്നും പടത്തെ ബാധിക്കത്തുമില്ല. പിന്നെ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു റീസെൻ്റ്ലി ഇറങ്ങിയ മലയാള സിനിമയ്ക്ക് ഇത്രയും റിപ്പീറ്റ് വാല്യൂയും ഈ ഒരു ലെവലിൽ തിയേറ്റർ എക്സ്പീരിയൻസും കിട്ടുന്ന വേറൊരു പടം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടില്ല. മിക്കവാറും ദിലീപിൻ്റെ ഒരു 100 കോടി അടിക്കാനുള്ള ചാൻസ് ഈ സിനിമയിൽ ഉറപ്പായിട്ടും കാണുന്നുണ്ട്. പിന്നെ ബയോക്കോട്ട് ചെയ്തവർക്കും ഈ സിനിമയ്ക്ക് കാണാൻ വേണ്ടി ആൾ വരത്തില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു ഭയങ്കര മറുപടിയാണ്. കാരണം ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുള്ളൂ. അതും ഏജ്ഡ് ആയിട്ടുള്ളവരൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറേ വീട്ടമ്മമാരൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന സോങ്. അത് നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയെങ്കിലും തിയേറ്ററിൽ കണ്ടപ്പോൾ ആ സോങ് വേറെ ആ ഒരു സീനായിട്ട് നല്ല രീതിയിൽ ലിങ്ക് ആകുമ്പം കിടിലം വൈബായിരുന്നു. തിയേറ്ററിലൊക്കെ ഞാൻ ഫാൻ ഷോ കണ്ടതിനെ കൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ഓളമായിരുന്നു ആ ഒരു സോങ്ങിൽ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇൻട്രവൽ സീൻ. എൻ്റെ മോനെ, റീസെൻറ്റ് ടൈമിൽ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും മികച്ച ഒരു ഇൻട്രവൽ സീനായിരുന്നു. ആ ഇൻട്രവൽ സീൻ തൂക്കെന്ന് വെച്ചാൽ കൊലത്തൂക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ഫുള്ള് ദിലീപ് കൊണ്ടുപോയെങ്കിൽ സെക്കൻഡ് ഹാഫ് വരുമ്പം ഫുള്ള് ലാലേട്ടനാണ്. ലാലേട്ടനൊരു 20 മിനിറ്റ് അടുപ്പിച്ചുള്ള ക്യാമിയോ ഉണ്ട്. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. ആ സീൻ വേറെ ലെവലായിരുന്നു. പിന്നെ ഇതിനകത്ത് സോങ് ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയ്ക്ക് സോന പാട്ടുണ്ട്. ആ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ കൂവൽ കാരണം ആ സോന കേൾക്കാൻ പറ്റില്ല. ഫുൾ ആ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ഒരു സെലിബ്രേഷൻ മോഡ് കൂടെയാണ്. ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ലോജിക്ക് മാറ്റി വെച്ചിട്ട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു സിനിമ ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.